അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹു ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശുക്ർ ചെയ്യുന്നു. നമുക്ക് ഈ ഒരു ദിവസം മുഹറം 6-ാം തീയതി 1447 ഹിജ്രി വർഷം നമുക്കെല്ലാവർക്കും ഈ പ്രദേശത്തെ ഇഖ്വാമാർ കോഴിക്കോട് ദാറുൽ ഇഖ്ലാസ് എന്നുള്ള ഈ സെൻറ്ററിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ ഒരു മജ്ലിസിൽ പങ്കെടുക്കാൻ പറ്റിയതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരം ഒരുക്കി തന്നതിനും ശുക്ർ ചെയ്യുന്നു. ആദ്യം നമ്മളെ റബ്ബിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനുശേഷം ഇങ്ങനെ ഒരു സ്ഥലം ഒരുക്കാനും അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്കെല്ലാവർക്കും കണ്ടുമുട്ടാനും അത് അറേഞ്ച് ചെയ്യാനും അതിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും അവരോടും ശുക്ർ പറയുന്നു, നന്ദി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ ലാ യഷ്കുറുന്നാസ് ലാ യഷ്കുറുല്ലാഹ് കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ മാസം ഷഹറുല്ലാഹിൽ മുഹറം, വർഷത്തിൽ 12 മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതിൻ്റെ ഷറഫ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചേർത്തി പറയുന്ന മാസമാണ് ഷഹറുല്ലാഹിൽ മുഹറം. ഈ മാസത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, മിൻഹ അർബഅത്തുൻ ഹുറുമുൻ. 12 മാസങ്ങളിൽ, വർഷത്തിലെ ഹിജ്രി വർഷത്തിലെ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ അതെന്താണ്, അത് ഹുറുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുന്നു. ആ മാസങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ കടന്നുപോയ 2 മാസങ്ങൾ ദുൽഖഅദ വദുൽ ഹിജ്ജ. ഹജ്ജിൻ്റെ മാസത്തിൻ്റെ മുന്നേ ഉള്ള ഒരു മാസവും ഹജ്ജിൻ്റെ മാസം അതിന് ശേഷമുള്ള മാസം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാസം മുഹറം. ഇത് ഈ 3 മുതതാബിയാണ്, ഒരുമിച്ചാണ്. എന്നിട്ട് അത് കൂടാണ്ട് 4-മത്തത് അതേതാണ്? റജബ് അൽ മുദർ. റജബ് അൽ മുദർ എന്ന് പറയാൻ കാരണം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റജബ് ഏത് മാസമാണ് എന്നുള്ള വിഷയത്തിൽ ഖിലാഫ് ഉണ്ടായിരുന്നു. അത് ചില ഗോത്രങ്ങൾ പറഞ്ഞത് 2 മാസങ്ങളെ ഇടയിലുള്ള ഒരു മാസം. അപ്പോൾ ഈ 2 മാസങ്ങൾ ഏതാണ് എന്നുള്ള വിഷയത്തിൽ അവരുടെ ഇടയിൽ ഖിലാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ മുദർ എന്നുള്ള ഖൗമിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ട് എപ്പോഴാണ് റജബ് വരുന്നത്, അതാണ് ശരിയായ റജബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ കിതാബുകളിൽ കാണാം റജബ് അൽ മുദർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് മുദർ എന്നുള്ള ഖൗമിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ടുള്ള റജബിൻ്റെ സമയമാണ് ശരിയായ റജബ് മാസം. അപ്പോൾ ഈ 4 മാസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്ഹുറുൽ ഹുറും എന്ന് പറയുന്ന മാസങ്ങൾ. അതിൽ ദുൽഹിജ്ജ നമുക്കറിയാം. ദുൽഹിജ്ജ എന്നുള്ള മാസം എന്താണ്? നമുക്ക് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ അതിന് ആ പ്രത്യേകത, ആ ഫضل അതിന് ഉണ്ട്. ഇനി അതിൻ്റെ മുമ്പത്തെ ഒരു മാസമോ അത് ആൾക്കാർക്ക് ഹജ്ജിന് വേണ്ടിയിട്ട് പുറപ്പെടാനും സുഖമായിട്ട് അവർക്ക് അവിടെ എത്തിപ്പെടാനും പലയിടത്തുനിന്നും വരുന്ന ആൾക്കാർക്ക്
അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള മാസം മുഹറം മാസം ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് തിരിച്ച് അവരെ നാടുകളിലേക്ക് പോകാനുള്ള സമയം. അപ്പോൾ ഈ സമയങ്ങൾ ഉഷ്ഹുറുൽ ഹറം എന്ന് പറയാൻ കാരണങ്ങളിൽ ഒരു കാരണം എന്താണ്? ആ മാസങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? യുദ്ധം ചെയ്യാൻ പാടില്ല. മുശ്രിക്കീനുകൾ ആയിട്ടുള്ള അന്നത്തെ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ മാസങ്ങളിൽ ആ യുദ്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് കാണാം, ഈ മാസങ്ങളിൽ പല പിഴച്ചുപോയ വിഭാഗങ്ങൾ മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന സമയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഈ മാസങ്ങളെ ഇടയിലായിരിക്കും. അല്ലാഹുൽ മുസ്തആൻ. പക്ഷെ നമുക്ക് ശർഅയിൽ യജൂസായിട്ടുള്ളതാണ് അവർ നമ്മളെ ഈ സമയങ്ങളിൽ അവരെ ഭാഗത്തുനിന്ന് ആക്രമണമോ അല്ലെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ സ്വന്തം നഫ്സിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് അവരായിട്ട് അതിൽ പങ്കെടുക്കുന്നതിൽ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ആ സമയങ്ങളിൽ ആ 4 മാസങ്ങളിൽ നമ്മളായിട്ട് യുദ്ധങ്ങൾ തുടങ്ങാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ ഹുക്കം. ഈ 4 മാസങ്ങൾ. അപ്പോൾ അതിൻ്റെ കാരണം ആ മാസങ്ങൾ നമ്മളെ ഈ ഇബാദത്തുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒഴിയണം. ഹജ്ജ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കണം. അത് ഈ യുദ്ധത്തിൻ്റെ പേടിയോ അതിനെ കൊണ്ട് ആരും പിന്നോട്ട് മാറാൻ പാടില്ല. ഇതൊക്കെയാണ് അതിൻ്റെ ചില ഹിക്മത്തുകൾ. തയ്യിബ്. അപ്പോൾ ഈ മാസത്തിൽ നമുക്കറിയാം, സുന്നത്തിൽ വന്നതുപോലെ റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള മാസമാണ് മുഹറം. ഈ മാസത്തിൽ നോമ്പ് നോൽക്കാനും ഇബാദത്തുകൾ ചെയ്യാനൊക്കെ അതിൻ്റെതായ ഫദലുകളുണ്ട്. പക്ഷേ ഈ മാസത്തിലത്തെ ഒരു ദിവസം, ഈ മുഹറം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം മാസം ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കാഴ്ച, യഹൂദികളും നസ്രാനികളും ആ ദിവസം അവർ നോമ്പ് നോൽക്കുന്നതും ആ ദിവസത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവർ ഈ ദിവസം ഇങ്ങനെ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ നോമ്പെടുക്കുന്നത്? അപ്പോൾ അവരെ അറിയിച്ചു, ഈ ദിവസമാണ് മൂസ അലൈഹിസ്സലാമിന് വിജയം ഉണ്ടായത്. ആരെ മേലെ? ഫിറഔന്റെ ഖൗമിന്റെ മേലെ. ആ ദിവസമാണ് ഫിറൗനിന്റെ ഖൗമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നദിയിൽ മുക്കി അവര് കൊന്നത്. അപ്പോൾ അതോടെ ഫിറഔന്റെ ഖൗമിന് അവിടെ തോൽവി ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതോടെ മൂസ അലൈഹിസ്സലാമിനും ഖൗമിനും വിജയം കൊടുത്തു. അതുകൊണ്ടാണ് അവർ അന്നത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ ചെയ്തുകൊണ്ട് അവർ ആ ദിവസം നോമ്പ് നോൽക്കുന്നത്. ഇതറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു അഹഖു വ ഔലാ ബിമൂസ മിൻകും. നിങ്ങളെക്കാട്ടി കൂടുതൽ മൂസ അലൈഹിസ്സലാമിന്റെ മേലെ അർഹത ഉള്ളവർ നമ്മളാകുന്നു. ചില റിവായത്തുകളിൽ അന അഹഖു വ ഔലാ ബിമൂസ മിൻകും. ഇത് സഹീഹൈനിൽ വന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. അപ്പോൾ ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അതിൻ്റെ മുന്നത്തെ മൂസ അലൈഹിസ്സലാം പോലും അന്ന് നോമ്പെടുക്കുന്ന ഒരു ദിവസമായിരുന്നു. ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് നോമ്പെടുക്കുന്ന ദിവസമായിരുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വെച്ച് നോമ്പ് എടുക്കലുണ്ടായിരുന്നു. പക്ഷെ മുസ്ലിമുകളെ മേലെ എന്ത് ചെയ്തിട്ടില്ല? അതിനെ വാജിബാക്കിയിട്ടില്ല. നോമ്പ് നോൽക്കാനും പറഞ്ഞിട്ടില്ല. പക്ഷെ മദീനയിലേക്ക് വന്നതിന് ശേഷം, ഈ ഒരു രംഗം കണ്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമുകളോട് കൽപ്പിച്ചു, നോമ്പ് നോൽക്കാത്തവർ
നോമ്പ് നോൽക്കുന്നുണ്ടെങ്കിൽ അവർ അത് പൂർത്തീകരിക്കുക. നോമ്പ് നോൽക്കാത്തവർ ഇനി നിങ്ങൾ ഏത് സമയമാണ് നിങ്ങൾ ഇത് അറിയുന്നത് ആ സമയം മുതൽ നിങ്ങൾ ഇനി ബാക്കി ദിവസം നോമ്പെടുക്കുക. എന്നിട്ട് പിന്നെ റമദാൻ മാസം നോമ്പ് അന്ന് എന്തായിട്ടില്ല, അന്ന് അതിൻ്റെ കൽപ്പന വന്നിട്ടില്ല. റമദാൻ മാസം വാജിബായപ്പോൾ പിന്നെ ഈ നോമ്പ് എന്തായി മാറി? പിന്നെ മുസ്തഹബായി മാറി. ഇത് മൻസൂഖായി മുസ്തഹബായി മാറി. അതുവരെ ഇതെന്തായിരുന്നു? വാജിബായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇബ്നു അബ്ബാസിന്റെ വേറെ റിവായത്തിൽ, മുസ്ലിമിൽ വന്ന ഹദീസിൽ, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന അത്താസിഅ. ലഇൻ ബഖീതു യാനി ഞാൻ അടുത്ത വർഷം കൂടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഇലാ ഖാബിലിൻ അടുത്ത വർഷം വരെ, ലഅസൂമന്ന അത്താസിഅ എന്നാൽ ഞാൻ 9 കൂടി നോമ്പ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുനിന്ന് നമുക്കുള്ള കൽപ്പനയാണ്. നിങ്ങൾക്ക് 10 കൂടാണ്ട് 9 കൂടി നോമ്പ് നോൽക്കാൻ കഴിഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളത്. അതിന് കാരണം എന്താണ്? അതിന് ഉലമാക്കൾ പറയുന്നത്, ഇതിൻ്റെ ഷുറൂഹാത്തിൽ പറയുന്ന സംഗതികളിൽ 2 സംഗതികളാണ് എടുത്തു പറയുന്നത്. അതിലൊന്ന്, യഹൂദികളെ എതിരായിട്ട് യാനി ഖിലാഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ദിവസം എന്തായിരുന്നു? 10-നായിരുന്നു. മുഹറം 10 യാനി ആഷൂറ എന്ന് പറയുന്ന ദിവസം. അതിൽ താസിഅ യാനി 9-ാം ദിവസം കൂടി നോമ്പ് എടുത്താൽ എന്താണ്? അവരായിട്ട് നമ്മൾ ഖിലാഫാവും, അവരെ എതിരാവും. അപ്പോൾ 9ഉം 10ഉം നോമ്പെടുക്കുക. അതിന് താസുഅ വ ആഷൂറ എന്നാ പറയാ. താസുഅ 9-നും ആഷൂറ 10-നും. അപ്പോൾ ഈ 2 ദിവസങ്ങൾ നോമ്പെടുക്കുന്നതിനെ കൊണ്ട്, ഒന്ന് ഖാലിഫുൽ യഹൂദ്, അതൊന്ന്. രണ്ടാമത്തെ ഉള്ള സംഗതി അതിൽ ഉറപ്പിക്കാൻ, യാനി മാസപ്പിറവിയിൽ എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നാൽ 9 നോമ്പ് എടുത്തു എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു 9-നും നോമ്പ് എടുക്കുന്നത്. ഇത് ചില ഉലമാക്കൾ അതിൻ്റെ ഷർഹിൽ പറയുന്ന സംഗതിയാണ്. തയ്യിബ്. അപ്പോൾ ഇതാണ് നമുക്ക് സുന്നത്തിൽ കാണാൻ പറ്റുന്ന സംഗതി. എന്ത്? മുഹറം മാസത്തിൽ 9ഉം 10ഉം നോമ്പ് എടുക്കണം എന്നുള്ളത്. വാജിബല്ല, മുസ്തഹബായ നോമ്പാണ്. ഇതിനെ കൊണ്ട് നമുക്ക് കിട്ടുന്ന, ഇതിലെന്താണ് കൂലി? ഈ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ എന്താണ് അതിൽ കിട്ടുന്ന പ്രതിഫലം? യുക്കഫിറു മാതാ? യുക്കഫിറു സന അൽ മാദിയ, യാനി യുക്കഫിറു അൽ അസ്നാബ് ഔ അദ്ദുനൂബ് അസ്സന അൽ മാദിയ. യാനി നമ്മളെ അടുത്തുനിന്ന് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഉണ്ടായ പാപങ്ങൾ അത് പൊറുക്കപ്പെടും. അത് ഉലമാക്കൾ പറയുന്നത് ചെറുപാപങ്ങൾ, സഗായറിൽ പെട്ടത്. കബായർ ആണെങ്കിൽ അതിൻ്റെ മേലെ ഷർത്ത് എന്താണ്? അതിന് കൂടെ എന്തുണ്ടായിരിക്കണം? തൗബ നിർബന്ധമാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ നടന്ന പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്നുള്ള പ്രതിഫലമാണ് ഈ ഒരു ദിവസം നോമ്പ് എടുത്താൽ കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എത്ര കാരുണ്യവാനാണ് നമ്മളെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല. യാനി നമ്മളെ അടുത്തുനിന്ന് ഉണ്ടാവുന്ന പാപങ്ങൾക്ക് അത് പുറത്ത് തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പല അവസരങ്ങളും തരുന്നു. ആഷൂറ ഈ ഒരു നോമ്പ്, അതേപോലെ തന്നെ അറഫ ദിവസം എടുക്കുന്ന നോമ്പ്, അത് സന അൽ മാദിയ വ സന അൽ ഖാബില, യാനി കഴിഞ്ഞു പോയ വർഷത്തിൻ്റെതും ഇനി വരാൻ പോകുന്ന ഒരു വർഷത്തിൻ്റെതും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നു. തയ്യിബ്. അപ്പോൾ ഈ ഹദീസ് ഉദ്ധരിച്ചത് അബൂ ഖതാദ അൽ അൻസാരി, മുസ്ലിമിൽ വന്ന ഹദീസാണ്. യുക്കഫിറുസന അൽ മാദിയ, അത് വലിയൊരു ഹദീസാണ്. യാനി അതിൽ റമദാൻ മാസത്തിൻ്റെ നോമ്പുകളെ കുറിച്ചും പറയുന്നുണ്ട്, അതേപോലെ തന്നെ അറഫ നോമ്പിനെ കുറിച്ചും, അതേപോലെ തന്നെ ദാവൂദ് അലൈഹി സ്വലാമിൻ്റെ ഒരു ദിവസം വിട്ട് ഒരു ദിവസം നോമ്പ്, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഹദീസിൽ ഇതിനെക്കുറിച്ച് ചോദിക്കപ്പെടുമ്പോൾ സുഇല അൻ ആഷൂറ, ആ സമയത്ത് പറയുന്നതാണ് യുക്കഫിറുസന അൽ മാദിയ. അബൂ ഖതാദ അൽ അൻസാരി ഉദ്ധരിച്ച ഹദീസാണ്. തയ്യിബ്. അപ്പോൾ ഈ
ദിവസങ്ങളിൽ അഹ്ലുസുന്ന സുന്നത്തനുസരിച്ചിട്ട് എന്താണ് അത് ആ ദിവസങ്ങൾ നോമ്പെടുക്കാനും ബാക്കി മുഹറം മാസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ എന്താണ് ആ ദിവസങ്ങളിൽ യുദ്ധം ഉണ്ടാവാൻ പാടില്ല. നാം അതേപോലെ തന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്തിട്ട് മുഹറം മാസങ്ങളിലായിരിക്കും ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ആൾക്കാർ മടങ്ങുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ആ അഹ്കാമിനെ പാലിക്കുന്നവരാണ് അഹ്ലുസുന്ന. പക്ഷെ നമുക്കറിയാം എല്ലാ വിഷയങ്ങളിലും എന്താണ് പല പിഴച്ചുപോയ വിഭാഗങ്ങൾക്ക് പിഴവുകളുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നമ്മൾ സലഫുകളെ അടുത്തുനിന്ന് പഠിക്കുന്ന സംഗതി എന്താണ്? നമ്മൾ തീർച്ചയായിട്ടും അഹ്ലുസുന്നൻ്റെ അഖീദ പഠിച്ചിരിക്കണം. അത് നമ്മളെ മേലെ വാജിബാണ്. അഹ്ലുസുന്നൻ്റെ അഖീദ മനസ്സിലാക്കാണ്ട് ഒരിക്കലും നമുക്ക് എന്താണ് ഒരു അമല് ചെയ്താലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് സ്വീകരിക്കപ്പെടാത്തതാണ്. ശരിയായ അഖീദ ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല? ശരിയായ നിയ്യത്ത് ഉണ്ടാവില്ല. ശരിയായ നിയ്യത്ത് ഇല്ലെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ശരിയായ നിയ്യത്ത് ഇല്ലെങ്കിൽ നമ്മളെ അമല് എന്താണ് സ്വീകരിക്കപ്പെടാത്തതാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം ചെറിയ ശിർക്ക് എന്ന് പറയുന്ന റിയ നമ്മളെ നിയ്യത്തിൽ എന്താണ് അത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് എന്തുണ്ടാവും? നമ്മൾ ആ അമല് സ്വീകരിക്കപ്പെടാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത വേറെ ഒരാൾക്ക് വേണ്ടിയിട്ടോ വേറെ ഒരു കാരണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിയ്യത്ത് ശരിയാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അഖീദ ശരിയായിരിക്കണം. അപ്പോൾ ഉലമാക്കൾ പറയുന്നത് ശരിയായ അഖീദ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ശരിയായ അഹ്ലുസുന്നൻ്റെ അഖീദ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തും കൂടി പഠിക്കണം? പിഴച്ചുപോയ വിഭാഗങ്ങളെ പിഴവുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതെന്തിനു വേണ്ടിയിട്ട്? ആ പിഴവുകളിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ അതിലേക്ക് വീണ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇനി അറിയാണ്ടും നമ്മൾ അതിലേക്ക് വീണ് പോയി കഴിഞ്ഞാൽ നമ്മളെ അമലിന് എന്താണ് ബാധിക്കുന്ന സംഗതിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നമ്മളെ നിയ്യത്തും ഒരു അമല് സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഷുറൂത്തുകൾ? 2 ഷർത്തുകളാണ്. എന്തൊക്കെയാണ്? ഒന്ന് ഇഖ്ലാസുന്നിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് ഖാലിസായിട്ട് ചെയ്യുന്ന അമലായിരിക്കണം നിയ്യത്ത്. രണ്ടാമത്തത് ഇത്തിബാഉ സുന്ന, മുതാബഅത്തു സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ആ സംഗതി ചെയ്യാൻ പഠിപ്പിച്ചു തന്നത് അതേ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ആ അമല് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അതിൽ തെറ്റിപ്പോകുമ്പോഴാണ് അത് പിന്നെ ബിദഅത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അറിയാണ്ടും നമ്മൾ അങ്ങനത്തെ പിഴവുകളിലേക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മളെ അമല് കൊണ്ടായിരിക്കാം, പ്രത്യക്ഷത്തിൽ കാണുന്ന സംഗതികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഹൃദയത്തിലായിരിക്കാം ആ തെറ്റിദ്ധാരണകളും ആ പിഴവുകളും. അപ്പോൾ അത് എടുത്ത് മാറ്റൽ എന്താണ്? നമ്മളെ തസ്ഫിയൻ്റെ ഭാഗമാണത്. തസ്ഫിയ തർബിയ എന്ന് പറയുന്നില്ല. അതിൽ തസ്ഫിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഹൃദയങ്ങളിൽ കയറി കിടക്കുന്ന പല പിഴവുകളും ശിർക്കിയാത്തും ബിദ്ഇയാത്തും കുഫ്രിയാത്തും പല വിഷയങ്ങളും നമുക്ക് അറിവുണ്ടാവില്ല. അറിവുകേട് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനത്തെ സംഗതികൾ നമ്മളെ ഖൽബിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ തൗഹീദിനെ പൂർത്തീകരിക്കാൻ ഈ പറഞ്ഞ പിഴവുകൾ നമ്മളെ ഹൃദയങ്ങളിൽ നിന്ന് എടുത്ത് കളയണം. അത് നടക്കണമെങ്കിൽ, ആ തസ്ഫിയ നടക്കണമെങ്കിൽ എന്താണ്? ആ വിഷയങ്ങളെ കുറിച്ചുള്ള ശരിയായ അറിവ് നമ്മളെടുത്ത് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ അതിലുണ്ടാവുന്ന പിഴവുകളും നമ്മൾ അറിഞ്ഞിരുന്നാൽ അത് ഒന്നും കൂടി നന്നാക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ദിവസങ്ങളെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മുഹറം മാസത്തിൽ പ്രത്യേകിച്ച് ഈ വിഷയത്തിനെ സംബന്ധിച്ചിട്ട് പിഴവുകൾ ഉണ്ടാവുന്നത് അതിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ എന്താണ്? അതിൽ വിഭാഗങ്ങളുണ്ട്. 3 തരത്തിലുള്ള ആൾക്കാർ നമുക്കതിൽ കാണാം. അതിൽ ഇടനിലക്കാരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. 2 രീതിയിൽ ഗുലു ചെയ്യുന്നവരുണ്ട് അതിൽ. അപ്പോൾ മൊത്തത്തിൽ 3. ഒരു കൂട്ടർ ഈ ദിവസങ്ങളിൽ
പ്രത്യേകിച്ച് മുഹറം 10 നാം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ദിവസം ആഘോഷിക്കുന്നു. അത് ആര് എതിരായിട്ടാണ് ചെയ്യുന്നത്? അത് റാഫിദികൾ അന്നത്തെ ദിവസം എന്ത് ചെയ്യുന്നു? ദുഃഖം പ്രകടിപ്പിക്കുന്നു. നാം എന്തുകൊണ്ട്? ആഷൂറയിൽ എന്താണ് സംഭവിച്ചത്? ആർക്കാ പറയാൻ പറ്റുക? മുഹറം 10 എന്താണ് സംഭവിച്ചത്? റാഫിദികൾ എന്തുകൊണ്ടാണ് അന്ന് ദുഃഖം പ്രകടിപ്പിക്കുന്നത്? നാം ഹുസൈൻ റളിയല്ലാഹു അൻഹു നാം കൊല്ലപ്പെട്ട ദിവസമാണ് 10 മുഹറം. നാം അപ്പോൾ അന്നത്തെ ആ ദിവസം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന്റെ കാരണമായിട്ട്, വഫാത്തിന്റെ കാരണമായിട്ട് അന്നത്തെ ദിവസം റാഫിദികൾ എന്ത് ചെയ്യുന്നു? യാനി ഷിയാക്കൾ എന്ത് ചെയ്യുന്നു? അന്നത്തെ ദിവസം ദുഃഖം പ്രകടിപ്പിക്കുന്നു. അത് അവരെ കൂട്ടത്തിലുള്ള പല കൂട്ടർ പല രീതിയിലാണ് ചെയ്യുക. ചിലവർ റോഡ് മേലെ ഇറങ്ങിയിട്ട് യാനി മുഖത്ത് അടിച്ചിട്ടും ഞെന്നത്തെ അടിച്ചിട്ടും വാളുകൊണ്ട് അവർ പിന്നെ എന്താണ് മുറിവുകൾ ഏറ്റിട്ടും തലമേലും ദേഹത്തുമേലും നമുക്കറിയാം, നമ്മളെ നാട്ടിലും ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് കേൾക്കലുണ്ട്. വല്ലാഹു ആലം. കുത്തുറാത്തീബ് എന്ന് പറയുന്ന സംഗതി, അവർ ഈ ചെറിയ ചെറിയ വാളുകളും ബ്ലേഡുകളൊക്കെ എടുത്തിട്ട് ദേഹത്തെ അടിക്കൽ. ഇതിന് കാരണം പറയുന്നത് എന്താണ്? ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്ന് മരണപ്പെട്ടതുകൊണ്ട് അതിന് ദുഃഖം പ്രകടിപ്പിക്കുകയാണ് ഇവർ. അവർ ഈ സംഗതി ഹുസൈൻ റളിയല്ലാഹുവിന്റെ വാപ്പായ അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, ഖുലഫാ റാഷിദീനിൽപ്പെട്ട അലി റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ദിവസവും അവർ ചെയ്യുന്നില്ല. അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതാണ്. അതിന്റെ യാനി ഹുസൈൻ റളിയല്ലാഹുവിനെ കാട്ടി അഫ്ദലാണ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ വാപ്പ അലി റളിയല്ലാഹുവിനെ കാട്ടി അഫ്ദലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതാണ്. അന്നത്തെ ദിവസം അവര് ഇങ്ങനത്തെ ഒരു ദുഃഖം കാണിക്കുന്നില്ല, പ്രകടിപ്പിക്കുന്നില്ല. അതിനെക്കാട്ടി അഫ്ദലാണ് ഉമർ റളിയല്ലാഹു അൻഹു, കൊല്ലപ്പെട്ടതാണ്. അതിലും അവർ അങ്ങനത്തെ ഒരു സംഗതി ചെയ്യുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിനെക്കാട്ടി അഫ്ദലാണ്. ഉമർ റളിയല്ലാഹു ഇവരെ എല്ലാവരും കാട്ടി അഫ്ദലാണ്. അഫ്ദലുൽ ഖൽഖ് ബഅദൽ അൻബിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ദിവസം ആരും അങ്ങനത്തെ ഒരു ദുഃഖമോ ഒന്നും കാണിക്കുന്നില്ല. ഇനി അതൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും പ്രിയനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ വഫാത്ത് നമുക്ക് എല്ലാവർക്കും ദുഃഖം തോന്നിപ്പിക്കുന്ന സംഗതിയാണ്. ഒരു മുസ്ലിമിനും പറയാൻ പറ്റൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനെ കൊണ്ട് നമുക്ക് അതിൽ വേദന ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത സംഗതിയാണ്. ആ ദിവസം പോലും അതേതാണ് ദിവസം? റബീഉൽ അവ്വൽ 12. ആ ദിവസം എന്താണ് ചെയ്യുന്നത്? ആഘോഷിക്കുകയാണ്. മറിച്ച് അന്നത്തെ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. സ്ഥിരപ്പെട്ട സംഗതി ആ ദിവസം സ്ഥിരപ്പെട്ടതാണ്. 12 റബീഉൽ അവ്വലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. വിലാദത്ത് യാനി എന്താണ് ജനിച്ചത് ആ ഡേറ്റ് എന്തായില്ല, അത് സ്ഥിരപ്പെട്ടതല്ല. പക്ഷെ മരണപ്പെട്ടത്, വഫാത്തായത് അന്നത്തെ ദിവസമാണ്. അതാരെങ്കിലും ദുഃഖം പ്രകടിപ്പിക്കുന്നുണ്ടോ? ആരുമില്ല. എന്നാൽ ഇവരെന്താണ് ആ ദിവസം എടുത്ത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ യാനി മുഹറം 10 ദിവസം അവര് എന്ത് ചെയ്യുന്നു? ഇങ്ങനത്തെ പല സംഗതികളും ചെയ്യുന്നു. അത് ചിലപ്പോൾ കൈ കൊണ്ട് അടിക്കുന്നത് കാണാം, ചിലപ്പോൾ ബ്ലേഡ് കൊണ്ട് അടിക്കുന്നത് കാണാം, ചിലപ്പോൾ വാളുകൊണ്ട് അടിക്കുന്നത് കാണാം. ചെറിയ ചെറിയ യാനി ഇന്നലെ ജനിച്ച കുട്ടികളെ തലമേല് മുറിവുകൾ ഏറ്റുന്ന കാണാം ഈ ബ്ലേഡും വാളിനെ കൊണ്ടൊക്കെ. എന്നിട്ട് ചോര ഇങ്ങനെ ഒലിക്കുന്നുണ്ടാവും. ഇതൊക്കെ അവര് ഹുസൈൻ റളിയല്ലാഹുവിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഇതിനെന്താ പറയാ ദുഃഖാചാരങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ദീനിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഒന്നിനുമില്ല. ഇതൊക്കെ എന്താണ്? ബിദഅത്തുകളാണ്. ഇനി അവരെ വിശ്വാസങ്ങൾ അനുസരിച്ച് എന്തും കൂടി ആവാ, അത് ശിർക്കിലേക്ക് പോകുന്ന ഒരു സംഗതിയും കൂടി ആവാ. അപ്പോൾ ഇതൊരു കൂട്ടര്. ഇതിനെ എതിർപക്ഷമായിട്ട് വേറൊരു കൂട്ടര് വന്നു, നാസിബി എന്ന് അറിയപ്പെടുന്ന ആൾക്കാർ. ഒരു പക്ഷെ നമ്മൾ നാസിബി എന്ന് അവരെ അറിയപ്പെടൂല. പക്ഷെ ഈ സിഫത്തുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ വിഷയം അല്ലെങ്കിൽ ആ പിഴവ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് റാഫിദികളാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു ആചാരം കൊണ്ടുവരുന്നത് റാഫിദികളാണ്.
ഷിയാക്കളാണ്. പക്ഷെ ഒരു പക്ഷെ നമുക്ക് സുന്നികളെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ചില വിശ്വാസങ്ങൾ അവരെ കൂട്ടത്തിലും കാണാം. ഞാനീ ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ദിവസം നമ്മളെ ദുഃഖം പ്രകടിപ്പിക്കണം, അത് കാണിക്കണം, ദുഃഖം ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും നമുക്കതിൽ ദുഃഖമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ബിദാത്തുകൾ ചെയ്യുന്നത് എന്താണ്? അത് തെറ്റാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, അതും അലി റളിയല്ലാഹു അൻഹു വഴി വന്ന റിവായത്തുകളിൽ അതിൽ ചില ദഅഫ് ഉണ്ട്. പക്ഷെ ഷെയ്ഖ് അൽ അൽബാനി പല റിവായത്തുകൾ വെച്ചിട്ട് അതിനെ ഹസൻ എന്ന് ഗ്രേഡ് ചെയ്ത ഹദീസ്. അതിൽ എന്താണ് പറയുന്നത്? ഇങ്ങനത്തെ വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ, നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടാലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മുസ്ലിം പറയേണ്ടത് എന്താണ്? ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. ഇസ്തിർജാ എന്ന് പറയുന്ന സംഗതി. ഇസ്തിർജാ എന്ന് പറയുന്നത് എന്താണ്? ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിന്ന് നമ്മൾ വന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ മടങ്ങുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ദുഃഖം ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാവുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഖബർ കേൾക്കുമ്പോൾ പറയേണ്ട സംഗതി, അല്ലാഹു സുബ്ഹാനഹു വ തആലനെ ഓർത്തിട്ട് പറയേണ്ട സംഗതി. ഇത് ആര് വഴിയാണ് നമുക്ക് ഇത് റിവായത്ത് ഉണ്ടായതും? അലി റളിയല്ലാഹു അൻഹു, ഞാനീ ഹുസൈൻ റളിയല്ലാഹുവിന്റെ വാപ്പ വഴി നമുക്കിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു സംഗതിയാണ്. ഇതൊക്കെ അവരെന്താക്കി? ഇതിനെ ഒഴിവാക്കിയിട്ട് അവർ ചെയ്യുന്നത് പുതിയ ആചാരങ്ങൾ. അപ്പോൾ ഇതിനെ എതിർപക്ഷമായിട്ട് നാസിബികൾ അവരെന്ത് ചെയ്തു? അന്നത്തെ ദിവസം ആഘോഷത്തിന്റെ ദിവസമാക്കി മാറ്റി. നാസിബികൾ അവരെ വിശ്വാസം എന്താന്ന് വെച്ചാൽ, അവര് അലി റളിയല്ലാഹു അൻഹു ഫാസിഖാണ് എന്നുള്ള വിശ്വാസം ഉള്ളവരാണ്. അലി റളിയല്ലാഹു അൻഹു ഒരു ഫാസിഖാണ്, യാനി പാപങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള വിശ്വാസമുള്ളവർ. നഊദു ബില്ലാഹ്. പക്ഷെ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് തൃപ്തനാണ്, അവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തൃപ്തരാണ്. അപ്പോൾ സഹാബികളെ കുറിച്ച് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവുന്നത് തന്നെ എന്താണ്? വലിയൊരു പിഴവാണ്. അപ്പോൾ നാസിബികൾ ഇങ്ങനെ വിശ്വസിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖവാരിജികൾ എന്ത് ചെയ്തു? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ മദീനത്ത് വെച്ച് വീട്ടിൽ വെച്ചിട്ട് എന്തായി? ഷഹീദായി. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ഖലീഫ ആയ സമയത്ത് ഒരു കൂട്ടര്, ആ ഖവാരിജിലത്തെ ഒരു കൂട്ടര് പറഞ്ഞു, ഇനി എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പ്രതികാരം നമ്മൾ വീട്ടണം. അത് ചെയ്തവരെ, ആ കുറ്റക്കാരെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ച് അവരെ കൊല്ലണം. ഇത് അവര് നിർബന്ധം പിടിച്ചു. പക്ഷെ അലി റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? തീരുമാനിച്ചത്, നമ്മൾ ആദ്യം നമ്മളെ ഭിന്നിപ്പുകൾ എന്താക്കണം? ഒഴിവാക്കി എല്ലാവരും ഒന്നിച്ചു വരണം. ഈ മുസ്ലിം ഉമ്മത്തിൽ ഇപ്പോൾ കുറെ ഭിന്നിപ്പുകൾ ഉണ്ടായി. ആ സമയത്തിൽ കുറെ വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് അങ്ങനെ കുറെ ഈ ഖവാരിജുകൾ വന്ന് കൊന്നു, എന്നിട്ട് രണ്ട് പാർട്ടികളായി. അപ്പോൾ എന്തായി? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ആദ്യത്തെ ഘട്ടം എന്താണ്? നമ്മളെല്ലാവരും ഒരുമിക്കണം, എന്നിട്ട് തീർച്ചയായിട്ടും ഞാൻ എന്താണ്? അതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിരിക്കും എന്ന് വാഗ്ദാനം കൊടുത്തു. പക്ഷെ അവർ പറഞ്ഞു, ഇല്ല, അത് നടക്കൂല, ആദ്യം പ്രതികാരം വീട്ടണം. അപ്പോൾ അങ്ങനത്തെ കൂട്ടരിൽ ഒരു കൂട്ടരെന്തായി? അലി റളിയല്ലാഹുവിന്റെ എതിരായി. യാനി ഖവാരിജ് ഉണ്ടായിരുന്നു, അലി റളിയല്ലാഹുവിന്റെ എതിരെയുള്ള ഖവാരിജാണ് ലാസ്റ്റ് അലി റളിയല്ലാഹുവിനെ കൊല്ലുന്നത്. ആ ഖവാരിജുകളെ വിശ്വാസം എന്തായിരുന്നു? അലി റളിയല്ലാഹുവിന് എന്താണ്? അവര് ഖവാരിജുകൾ തക്ഫീർ ചെയ്യലായിരുന്നു. അലി റളിയല്ലാഹുവിന് മുസ്ലിം അല്ല, കാഫിർ ആണെന്ന് പറയുന്നവര്. നഊദു ബില്ലാഹി മിൻ ദാലിക്. അതുകൊണ്ടാണല്ലോ അവർക്ക് കൊല്ലാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എങ്ങനെ കൊല്ലാം? ഒരു മുസ്ലിമിനെ കൊല്ലാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ ഒരു കാഫിറാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവര് ഖവാരിജുകൾ പോയിട്ട് അലി റളിയല്ലാഹുവിനെ കൊല്ലുന്നത്. വേറെ ഒരു വിഭാഗം, അതില് നാസിബി എന്ന് പറയുന്ന വിഭാഗം തക്ഫീർ ചെയ്തിട്ടില്ല, ഫാസിഖാണെന്ന് പറഞ്ഞു. ഫിസ്ക് ചെയ്യുന്നവന്, യാനി ഈ ഒരു വിഷയത്തിൽ തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പ്രതികാരം വീട്ടാത്തോണ്ട് എന്ന് കാരണം പറഞ്ഞിട്ട് ഫാസിഖാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിഷയത്തിൽ ഇങ്ങനെ നമുക്ക് 3 പിഴവുകൾ കാണാം. ഒന്ന് റാഫിദികൾ,
ഞാനീ അലി റളിയല്ലാഹുവിന്റെ ഷിയാക്കൾ എന്ന് പറയുന്നത് ഷിയത്തു അലി, അലി റളിയല്ലാഹുവിന്റെ പക്ഷത്തിലുള്ള ആൾക്കാർ. ഷിയത്തു അലി എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹുവിന്റെ പക്ഷത്തിലുള്ള ആൾക്കാർ. ഞാനീ അലി റളിയല്ലാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവർ. അത് ഇനി എന്താണെങ്കിലും അവര് അലി റളിയല്ലാഹുവിന് പറയുന്നത് പോലെ അലി റളിയല്ലാഹുവിനാണ് പ്രാധാന്യം, അലി റളിയല്ലാഹുവിനാണ് ഖിലാഫത്തിന്റെ അർഹത ഉള്ളവന്. അബൂബക്കറും ഉമറും ഉസ്മാൻ അല്ല, അലിക്കായിരിക്കണം ഖിലാഫത്ത് കൊടുക്കേണ്ടത് എന്ന് പറയുന്നവർ, ഇവരാണ് റാഫിദികൾ. പിന്നെ വേറൊരു വിഭാഗം ഖവാരിജ് എന്ന് പറയുന്ന വിഭാഗം, അവരെന്ത് ചെയ്തു? അലി റളിയല്ലാഹുവിനെ തക്ഫീർ ചെയ്തു. ലാസ്റ്റ് അലി റളിയല്ലാഹുവിന്റെ പിന്നെ മരണവും അവരെ കൈകൊണ്ടാണ് നടക്കുന്നത് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ വിഭാഗം നാസിബികൾ. അവരെന്താണ്? ആ ദിവസം ആഘോഷിക്കുന്നവര്. ഏത്? ഹുസൈൻ റളിയല്ലാഹു മരണപ്പെട്ട ദിവസം, ഷഹീദായ ആ ദിവസം ആഘോഷിക്കുന്നവരാണ് ഈ നാസിബികൾ. ഇതിലൊക്കെ ഇടനിലക്കാരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. നമ്മൾ എന്താണ്? നമ്മൾ അലി റളിയല്ലാഹു ഫാസിഖാണെന്ന് പറയുന്നില്ല, റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു എന്തല്ല, പിന്നെ ഖവാരിജ് ചെയ്യുന്ന പോലെ തക്ഫീർ ചെയ്യുന്നവരുമല്ല. അതേപോലെ തന്നെ റാഫിദികൾ അങ്ങേയറ്റം അതിര് കവിഞ്ഞ് ഇഷ്ടപ്പെടുന്നവരും എല്ലാ റാഫിദികൾ പോലെ. അഹ്ലുസുന്ന ഇടനിലക്കാരാണ് ഈ വിഷയത്തിൽ. അപ്പോൾ നമ്മൾ ആ സുന്നത്ത് അനുസരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതുപോലെ മുഹറം 10 ആശൂറ ദിവസം നമ്മൾ നോമ്പ് നോൽക്കുന്നു. ഇനി ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് ഉണ്ടാവുന്നതിന്റെ ചില സാഹചര്യങ്ങളുണ്ട്. അതാണ് നമ്മളെ ഇന്നത്തെ വിഷയം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ഇത് നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ ഈ പേഴ്ചുപോയ വിഭാഗങ്ങളെ സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതും. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിശ്വാസം ഷിയാക്കൾക്കോ റാഫിദികൾക്കോ അല്ലെങ്കിൽ ഈ പേഴ്ചുപോയ വിഭാഗങ്ങൾക്ക് മാത്രമല്ല, നാം ഹത്ത സുന്നിയാണ് എന്ന് ആവശ്യപ്പെടുന്നവരും അഹ്ലുസുന്ന ആണ് എന്ന് ആവശ്യപ്പെടുന്നവരെ ഇടയിലും ഈ പറഞ്ഞ വിഷയങ്ങളിൽ എന്തുണ്ട്? ജഹലുണ്ട്, അറിവുകേടുണ്ട്. അതിനെ കൊണ്ട് അവർ അറിഞ്ഞോണ്ടോ അറിയാണ്ടോ ഈ പറഞ്ഞ വിശ്വാസങ്ങൾ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചിട്ട് അവർ അമലും ചെയ്യണം. അതനുസരിച്ചിട്ട് പിന്നെ അവരെ അടുത്തുനിന്ന് അക്വാലും വരുന്നുണ്ട്. ഇതിന് ഈ കാലഘട്ടത്തിൽ കാരണക്കാർ പലവരും ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഇഖ്വാനുൽ മുസ്ലിമീൻ അല്ലെങ്കിൽ ഇഖ്വാനികൾ എന്ന് പറയുന്നവർ എന്ത് ചെയ്യും? ഷിയാക്കളുടെ അടുത്തു നിന്നുള്ള പല പിന്നെ മൻഹജും അഖീദകളും എടുത്തിട്ട് അഹ്ലുസുന്നന്റെ ഇടയിൽ അവർ കൊണ്ടുവരും. അപ്പോൾ ആൾക്കാർ ഇത് അറിയാണ്ട് എന്താണ്? ഷിയാക്കളെ വിശ്വാസങ്ങളാണ് അവരെടുത്തുനിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാഹുൽ മുസ്തആൻ. അവരെ പിന്നെ പലവരെ പള്ളികളിലും നമുക്ക് കാണാം. പ്രത്യേകിച്ച് സുന്നി വിഭാഗത്തിലും ഈ ബറേൽവി എന്ന് പറയുന്നവരും അതേപോലെ തന്നെ ചില ഇഖ്വാനി ടച്ചുള്ള ആൾക്കാർ, ഇവരെ ഖുത്ബകളിൽ പോലും ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഈ കർബലയിൽ ഉണ്ടായ ഈ സംഗതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഷിയാക്കൾ പറയുന്നത് പോലെ തന്നെ ആയിരിക്കും അവർ പറയുന്നത്. വല്ലാഹുൽ മുസ്തആൻ. അപ്പോൾ അറിഞ്ഞോണ്ടോ അറിയാണ്ടോ സുന്നി വിഭാഗത്തിൽ തന്നെ പലവർക്കും ഈ പറഞ്ഞ പിഴച്ചുപോയ ആദർശങ്ങളും വിശ്വാസങ്ങളും അവരടുത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ മേലെ നിർബന്ധമാണ് നമ്മൾ എന്താണ് ഈ സംഗതി മനസ്സിലാക്കുന്നതും ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നവരെ എത്തിച്ചു കൊടുക്കുന്നതും ആ ശരിയായ അവിടെ ഹക്കിൽ എന്താണ് നടന്നതും അവിടെ ശരിയായ അഖീദ നമ്മൾ എന്താണ് പാലിക്കേണ്ടതും നാം ഈ വിഷയങ്ങൾ നാം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ ആ വിഷയത്തിലേക്ക് ബിഇദ്നില്ലാഹ് നമുക്ക് കടക്കാം. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ കുറിച്ച് ഹസൻ വൽ ഹുസൈൻ, അൽ ഹസൻ വൽ ഹുസൈൻ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എന്താണ് പേരക്കുട്ടികളാണ്. അപ്പോൾ ആരെ മക്കളാണ്? അലി ഇബ്നു അബി താലിബും ഫാത്തിമ റളിയല്ലാഹു അൻഹന്റെ കുട്ടികളാണ് ഹസൻ വ ഹുസൈൻ. അപ്പോൾ ഹസനും ഹുസൈനിന്റെ വാപ്പ അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ
എന്താണ് പറയുക, മരുമോൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുമോന് മാത്രമല്ല മൂത്താപ്പൻ്റെ മോനും, യാനി ഇബ്നു അമ്മെ യാനി മൂത്താപ്പൻ്റെ മകന്. അബു താലിബ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൂത്താപ്പയാണോ എളാപ്പയാണോ നിൽക്കുക, വല്ലാഹു ആലം. നാം അപ്പോൾ എളാപ്പയാണല്ലേ. നാം ജസാക്കല്ലാഹു ഖൈർ. അപ്പോൾ ബന്ധം കൊണ്ടും അതേപോലെ തന്നെ മകളെ കെട്ടിയതും അലി റളിയല്ലാഹു അൻഹു. എന്നിട്ട് അവരെ ഉമ്മ, ഹസനും ഹുസൈൻ്റെ ഉമ്മ ആരാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകള്. ഇനി അവരെ ഉമ്മാമ ആരാണ്? ഉമ്മാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമ്മന്റെ ഉമ്മ. ഖദീജ റളിയല്ലാഹു അൻഹ, യാനി ഉമ്മുൽ മുഅ്മിനീനിൽ പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹന്റെ മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നാം അപ്പോൾ ഉമ്മാമ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. നമുക്ക് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കുട്ടികളാണെന്നും നമുക്കറിയാം. അപ്പോൾ അത്രയും ഫദലുള്ളവരാണ് ഹസൻ വ ഹുസൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞത് അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദ ശബാബ് അഹ്ലിൽ ജന്ന. അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദ ഷബാബ അഹ്ലുൽ ജന്ന. ഇത് തിർമിദിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് അൽ അൽബാനി അതിനെ സഹിയാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? ഹസനും ഹുസൈനും സ്വർഗത്തിലെ ഷബാബുകളെ, യാനി ഷബാബ് യുവാക്കളെ നേതാവാണ്. നാം ഇത് ആഖിറത്തിലുള്ള പദവിയാണ് കേട്ടാ, ഇത് ആഖിറത്തിലുള്ള പദവി. ഇനി ഈ ദുനിയാവിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് ഇബ്ൻ അബി നുഅം ഉദ്ധരിച്ച ഹദീസിൽ ഇബ്ൻ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കേട്ടു എന്ന് ഉദ്ധരിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഹുമാ റൈഹാനതായ മിനദ് ദുനിയ. അവര് രണ്ടുപേരും ഹുമാ റൈഹാനതായ. റൈഹാൻ എന്ന് പറയുന്നത് എന്താണ്? റൈഹാൻ എന്ന് പറയുന്നത് നല്ല സുഗന്ധമുള്ള ചെടികൾ. നാം അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ റൈഹാനിനെ കുറിച്ച് പറയുന്നത്, റൈഹാന എന്ന് പറയുന്ന ഈ ചെടി എന്ന് പറയുന്നത് പല പ്രദേശങ്ങളും അതിന് പല പേരുകളുമാണ്. അറബികളുടെ ഇടയിൽ തന്നെ ഷാമിലുള്ള റൈഹാനും വേറെയാണ്, പിന്നെ എന്താണ് ഈ ഹിജാസിലും ജസാനിലും അങ്ങനത്തെ പല വിഭാഗങ്ങളിലുള്ള ഈ ചെടി അതിന് പേര് വേറെയാണ്. പക്ഷെ എല്ലാത്തിനും റൈഹാൻ എന്ന് പറയും. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് നല്ല സുഗന്ധം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബേസിൽ എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ബേസിൽ ലീവ്സ് എന്ന് പറയുന്നത്, നമ്മളെ നാട്ടിൽ അതെന്താണ് തുളസി എന്ന് പറയുന്ന സംഗതി, അതിൽ നല്ല സുഗന്ധമില്ല. നമുക്കത് എന്താണ് സ്മെല്ല് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംഗതി ആയിരിക്കും. അപ്പോൾ അതിനാണ് റൈഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവർ രണ്ടുപേര് റൈഹാനതായ, അവർ രണ്ടുപേരും റൈഹാനതായാണ് മിനദ് ദുനിയ, ഈ ദുനിയാവിൽ എനിക്ക് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും എന്താണ് റൈഹാനകളാണ്. അപ്പോൾ അതിൽ ഇബ്ൻ ഹജർ അസ്ഖലാനി യാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് എന്താണ്? അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ നമ്മളെപ്പോഴും എന്ത് ചെയ്യും? അവരെ ചുംബിക്കും, അവരെ മണക്കും, അവർ നല്ല മണം ഉണ്ടാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ഹസനും ഹുസൈനിനെ എടുത്തിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും ഇഷ്ടമായിരുന്നു ഹസനെയും ഹുസൈനെയും പേരക്കുട്ടികളെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ദുനിയാവിലത്തെ റൈഹാനകളായിട്ട് ആണ് അന്ന് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അവർക്ക് ഇവരെ പദവി ഇതായിരുന്നു. സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പിന്നെ ഒരു മലക്ക്, യാനി മഴേൻ്റെ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വരുമ്പോൾ, ഈ ഹദീസിലും ദാഫ് ഉണ്ട്. പക്ഷേ ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാ അതിൽ പല റിപ്പോർട്ടുകൾ വെച്ചിട്ട് അതിനെ ഹസനാക്കിയിട്ടുണ്ട്. അതിൽ സലമാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഈ മഴേൻ്റെ പിന്നെ മലക്ക് വന്ന് കാണണമെന്ന് പറയുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലമനോട് പറയും ആരെയും അകത്തേക്ക് കയറ്റാൻ പാടില്ല. അവിടെ അവർ മീറ്റിംഗ് നടക്കുകയാണ്, ഈ മലക്കിനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഹസനും ഹുസൈനും കയറി വരും. ആർക്കും തടയാൻ പറ്റൂല, സലമക്കും തടയാൻ പറ്റൂല. ഇത് സലമ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗമാണ്. എന്നിട്ട് അവർ വന്ന് കയറി ചാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ വന്ന് ചാടിയിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചുംബിക്കും. നാം ഇതൊക്കെ കാണുമ്പോൾ മലക്ക് ചോദിക്കും, പിന്നെ നിങ്ങൾക്ക് ഇവരിഷ്ടാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും തീർച്ചയായിട്ടും. അന്ന് രണ്ടുപേരും ഉണ്ടോ അതോ ഹുസൈൻ മാത്രമാണോ ഓർമ്മയില്ല, പക്ഷെ ഇതാണ് നടക്കുന്നത്. അപ്പോൾ എനിക്കിഷ്ടമാണെന്ന് പറയുമ്പോൾ ആ മലക്ക് പറയും എന്നാൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പേരക്കുട്ടി എന്താണ് ഷഹീദാവും എന്ന് അവിടെ അറിയിപ്പ് നൽകും. ആ എവിടെയാണ് മരണപ്പെടുന്നത്, ആ മണ്ണ് നിനക്ക് കാണണോ എന്ന് ചോദിച്ചിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ആ മലക്ക് എന്താണ് കൈ പിന്നെ ഭൂമിമേൽ ഇങ്ങനെ കുത്തിയിട്ട് കൈ എടുത്ത് കയ്യിൽ വരുന്ന മണ്ണ് ഇതാണ് ആ മണ്ണ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കും. അത് കർബലാന്റെ മണ്ണാണെന്നും പറയും. എന്ന് പറയുന്നു. ആ റിവായത്തിൽ പറയുന്നില്ല കർബല എന്നുള്ളത്, പക്ഷെ അത് കർബലാന്റെ മണ്ണായിരുന്നു എന്ന് പറയുന്നു. വല്ലാഹു അലം. ചില ഉലമാക്കൾ അത് ദഈഫാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് അൽബാനി അത് ഹസനാക്കിയിട്ടുണ്ട്. ഹസൻ ലിഗൈരി. തയ്യിബ്. അപ്പോൾ ഇതില് ഉലമാക്കൾ തെളിവ് പിടിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഹുസൈൻ റളിയല്ലാഹുവിന് ഷഹീദാവും എന്നുള്ള അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നേരത്തെ ഉണ്ടായിരുന്നു ഈ വഴി. അപ്പോൾ ഷഹീദാവുന്നത് അറിയാണ്ടല്ല, ഓൾറെഡി അറിയുന്ന ഒരു സംഗതിയാണ് എന്ന് ഉലമാക്കൾ പറയുന്നു. ഇത് സലമ കണ്ടതാണ് ഈ രംഗം. അതുകൊണ്ട് നമുക്ക് കാണാം സലമ റളിയല്ലാഹു അൻഹ സഹാബികളിൽ പിന്നെ സ്ത്രീകളെ കൂട്ടത്തിൽ സഹാബിയാത്തിൽ കൂടുതൽ ജീവിച്ച സഹാബിയത്താണ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിന്റെ വഫാത്ത് നടക്കുന്ന സമയത്ത് എന്താണ് സലമ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് സലമക്ക് എന്തുണ്ടാവും, നല്ല ദുഃഖം ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ ഈ രംഗം കണ്ട സഹാബിയത്താണ് സലമ. എന്നിട്ട് പിന്നെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ വഫാത്ത് ആയതും അറിഞ്ഞപ്പോൾ നല്ല ദുഃഖം ഉണ്ടായി. അതിനുശേഷമാണ് പിന്നെ സലമന്റെ വഫാത്ത് ആവുന്നതും അതിന് കുറച്ചു കാലത്തിന് ശേഷം. തയ്യിബ്. അപ്പോൾ ഇതാണ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഹസനും ഹുസൈനിന്റെ പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ. അപ്പോൾ മുഹറം ഏത് വർഷത്തിലാണ് നമ്മൾ ഇനിയിപ്പോ ഈ സംഗതിയിലേക്ക് കടക്കുന്ന മുമ്പേ ഖിലാഫത്ത് എങ്ങനെയാണ് നടക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നബിയായിട്ട് പിന്നെ അയച്ചു, ദൂതനായിട്ട് അയച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ഏത് ഹിജ്രി വർഷത്തിലാണ് ഉണ്ടാവുന്നത്? ഹിജ്രി 10ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ചിട്ട് എത്ര വർഷമാണ് ദഅവ ചെയ്തത്? 10 വർഷം. അതിന് മുന്നേ മക്കയിൽ വെച്ചിട്ട് നുബുവത്തിന് ശേഷം എത്ര വർഷം? 13 വർഷം. മൊത്തത്തിൽ 23 വർഷം. അപ്പോൾ 10ാം ഹിജ്രി റബിയുൽ അവ്വലില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നു. അതിനുശേഷം ആരെയാണ് ഖലീഫ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ പലപ്പോഴും ഷിയാക്കളെ ഈ വിഷയത്തിലുള്ള ഖുത്ബകളായിക്കോട്ടെ, ഷിയാക്കളതായിക്കോട്ടെ, സൂഫികളതായിക്കോട്ടെ, റാഫിദികളതായിക്കോട്ടെ, നാസിബികളതായിക്കോട്ടെ, അത് ഈ വിഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാം ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഹുസൈൻ റളിയല്ലാഹുവിന്റെ വഫാത്തിനെ കുറിച്ചുള്ള വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഷിയാക്കള് പ്രത്യേകിച്ച് അവര് ഹുസൈൻ റളിയല്ലാഹുവിന്റെ വഫാത്തിന് കാരണക്കാരായിട്ട് ആരൊക്കെ പറയും? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മരണത്തിന് കാരണക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് അവരെ ഖുത്ബകൾ തുടങ്ങുക.
പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്, വഫാത്താവുന്നത്, ഈ സംഭവം നടക്കുന്നത് 61 ഹിജ്രി വർഷത്തിലാണ്. 61 ഹിജ്രി വർഷത്തിലാണ്. ഞാനീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ 51 വർഷത്തിന് ശേഷം. നാം അന്ന് അബൂബക്കർ ഇല്ല, ഉമർ ഇല്ല, ഉസ്മാൻ ഇല്ല, അലി ഇല്ല, ഹസൻ ഇല്ല. എന്നാൽ ഹുസൈന്റെ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് കാരണക്കാരൻ അബൂബക്കറാണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കറിന്റെ മേലെ ലാനത്ത് ചൊല്ലല്. നസ്അലുല്ലാഹി സ്വലാമു അലാഫിയ നഊദു ബില്ലാഹി മിൻ ദാലിക്. ലാനത്ത് ചൊല്ലല്. ലാനത്ത് ആരെ മേലെയാണ് അവർ ചെയ്യുന്നത്? അവര് അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും എന്തായിട്ടാണ് കാണുന്നത്? കാഫിറുകളായിട്ടാണ് കാണുന്നത്. അഫ്ദലുൽ ഖൽഖിൽ പെട്ട, ഏറ്റവും അഫ്ദലായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിൽപ്പെട്ട ഈ സഹാബികളെ അവര് കുഫാറുകളായിട്ട് കാണുന്നവരാണ് ഈ റാഫിദികളും ഷിയാക്കളും. ഇനി ഇവരായിട്ടാണോ നമ്മൾ ഒന്നിക്കേണ്ടത്? ഇവരായിട്ടാണോ നമ്മൾ ഒന്നിച്ചു നിന്ന് ഈ മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കേണ്ടത്? ഒരിക്കലും സാധിക്കാത്ത സംഗതിയാണ്. നമ്മളെ ഉലമാക്കൾ, ഷെയ്ഖ് സാലിഹ് ഫൗസാനൊക്കെ പറയുന്ന സംഗതിയാണ്. അവരാദ്യം അവരെ അഖീദ നന്നാക്കട്ടെ, എന്നാൽ നമുക്ക് അവരായിട്ട് ഒരുമിക്കുക. അല്ലാണ്ട് ഈ ഒരു വിശ്വാസം വെക്കുന്നവരായിട്ട് നമുക്ക് ഒരിക്കലും ഒരുമിച്ച് വരാൻ പറ്റാത്തതാണ്. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാരണക്കാരാണെന്ന് പറഞ്ഞിട്ട് ലാനത്ത് ചൊല്ലല്. അബൂബക്കർ എത്ര വർഷം മുന്നേ വഫാത്തായിട്ടുണ്ട്? ഈ സംഭവം 61 ഹിജ്രിയിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് വഫാത്തായത്? എത്ര വർഷം ഖലീഫായിട്ട് നിന്നു? 2 വർഷം. അപ്പോ 10 ഹിജ്രി മുതൽ 12 ഹിജ്രി വരെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തായിരുന്നു. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിർബന്ധമായിട്ട്. എന്തുകൊണ്ട്? ഇവര് ഈ ഖുത്ബകളിലും ഈ പറഞ്ഞ വാതിലൊക്കെ ഇരിക്കുമ്പോൾ അവരെ ചിന്തിക്കാനുള്ള കഴിവും അവരെ ബുദ്ധിയും അതൊക്കെ അവര് ഒഴിവാക്കിയിട്ടാണ് അവരതിൽ ഇരിക്കുന്നത്. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ ഇത് മുസ്ലിമുകളെ കൂട്ടത്തിൽപ്പെട്ട എല്ലാ മുസ്ലിമുകൾക്കും ഓരോരുത്തർക്കുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പിഴവുകളുള്ളവർക്കുള്ള ചോദ്യമാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതിനായിട്ട് എന്ത് ബന്ധം? 12 ഹിജ്രിയിൽ വഫാത്തായ അബൂബക്കർ, അവർക്ക് ഈ 61 ഹിജ്രിയിൽ ഏകദേശം 50 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു സംഗതിയിൽ എന്ത് പങ്കാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉള്ളത്? പക്ഷെ അവര് അവിടെ ഇത് ചെയ്തിട്ട്, ഇത് പറഞ്ഞിട്ട് ആ സദസ്സിലുള്ള ഷിയാക്കളും റാഫിദികളും ആ സദസ്സിലുള്ള എല്ലാ ആൾക്കാരെ കൊണ്ട് അബൂബക്കറിന്റെ മേലെ ലാനത്ത് ചൊല്ലിപ്പിക്കലാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്. എന്നിട്ട് പറയും അവൽ കഴിഞ്ഞിട്ട് അവർക്ക് ഈ ചില സ്ഥലങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേര് എടുക്കാൻ പറ്റൂല. മുസ്ലിം രാജായിരിക്കാം. ഒരു മുസ്ലിം രാജ്യത്ത് എന്തായാലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ അവരെന്ത് ചെയ്യും? അൽ അവൽ എന്ന് പറയും. ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയും അസാനി. ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. അവരെ മേലെ ലാനത്ത് ചൊല്ലല്. ഉമർ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ കാരണക്കാരാണെന്ന് പറഞ്ഞിട്ട്. ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് വഫാത്തായത്? എത്ര വർഷം ഖിലാഫത്തിലുണ്ടായി? 12 ഹിജ്രി മുതൽ 23 ഹിജ്രി വരെ വർഷം വരെ. 23 ഹിജ്രി ദുൽഹിജ്ജയിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്യുന്നത്? ആരാണ് കൊല്ലുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആരാണ് കൊന്നത്? അബു അഹ്സൻത് ബാറക്കല്ലാഹു ഫീക്ക്. അബു ലുഅ്ലു എന്ന് അറിയപ്പെടുന്ന എന്താണ്? അയാള് മജൂസി ആയിരുന്നു. മജൂസി എന്ന് പറഞ്ഞാല് തീനെ ആരാധിക്കുന്നവര്. മജൂസി യഹൂദികളെ കുറിച്ച് എന്താണ് ഉലമാക്കൾ പറയുന്നത്? ഈ ഉമ്മത്തിലത്തെ റാഫിദികളെ കുറിച്ച്, ഈ ഉമ്മത്തിലത്തെ മജൂസികളാണ് റാഫിദികൾ. അപ്പോ അബു ലുഅ്ലു അൽ മജൂസി എന്ന് പറയുന്ന ആള് പേര് ഫൈറൂസ് എന്നാണ്. അബു ലുഅ്ലു ഫൈറൂസ് അൽ മജൂസി.
അയാള് മദീനയിൽ ശരിക്കും അന്നത്തെ ആ സമയത്തിൽ ഉമർ റളിയല്ലാഹുവിന്റെ ആ കാലഘട്ടത്തിൽ ഖിലാഫത്തിൽ മുസ്ലിമുകളെ അല്ലാണ്ട് വേറെ ആർക്കും എന്തില്ല, ഹറമിലേക്കുള്ള പ്രവേശനം ഇല്ല, മദീനന്റെ അകത്തേക്കുള്ള പ്രവേശനം ഇല്ല. പക്ഷെ ചില സഹാബികൾ എന്താണ്, അവർക്ക് ചില ആൾക്കാർക്ക് ചില പ്രത്യേക സ്കിൽസ് ഉള്ള കാരണം അവരെ അനുവാദത്തോടെ അവരെ അകത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അബൂ ലുഅ്ലുഉം ചില 2-3 മജൂസികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അവർക്ക് ഈ എന്താ പറയാ, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എന്താണ് പറയാ, ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഇയാൾക്ക്, ഈ അബൂ ലുഅ്ലുക്ക്. അപ്പോൾ അങ്ങനെ അനുവാദത്തോടെ അബൂ ലുഅ്ലുവിനെ മദീനന്റെ അകത്ത് വെച്ചുകൊണ്ടിരുന്നതാണ്. അയാൾ എന്താക്കി, ഉമർ റളിയല്ലാഹുവിനെ വന്ന് കൊന്നതാണ്. അതിന്റെ ചരിത്രത്തിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, അതും വലിയൊരു സംഭവമാണ്. പക്ഷെ ഈ അബൂ ലുഅ്ലു അൽ മജൂസി എന്ന് പറയുന്ന ആള് ഇയാളെ ഖബറിനെ ഇവര് പൊക്കി ഉണ്ടാക്കിയിട്ട് എവിടെ, ഇറാനില് അതിനെ അവിടെ പോയിട്ട് അവർ എന്താണ് അതിനെ ആരാധിക്കലും അതൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ ഷിയാക്കളെ സ്ഥലം. അബൂ ലുഅ്ലു അൽ മജൂസി ഇവർക്ക് എന്താണ്, വലിയ ഹീറോ ആണ്. എന്തുകൊണ്ട്? ഉമർ റളിയല്ലാഹുവിനെ കൊന്നതിനെ കൊണ്ട്. വല്ലാഹുൽ മുസ്തആൻ. ഇവരായിട്ടാണോ നമ്മൾ ഒന്നിച്ച് വരേണ്ടത്? മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെയാണോ ഒന്നിക്കേണ്ടത്? അബൂബക്കറും ഉമറിന്റെ മേലൊക്കെ ലാനത്ത് ചൊല്ലുന്നവര്, ഉമർ റളിയല്ലാഹുവിനെ കൊന്ന ആളെ ദരീഹ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവര്, എല്ലാ വർഷം അബൂ ലുഅ്ലു അൽ മജൂസിന്റെ ഖബറിൽ പോയിട്ട് ഇവരെ ആഘോഷിക്കും. എന്നത്തെ ദിവസം? ഉമർ റളിയല്ലാഹു മരണപ്പെട്ട ദിവസം. നസ്അലുല്ലാഹി അസ്സലാമു വൽ ആഫിയ. ഇവരാണ് രക്ഷിതാവ് എന്ന് പറയുന്ന ആൾക്കാർ. ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തുന്നവരെ ആണ് ഈ പറയുന്ന റാഫിദികൾ എന്നാണ് മുസ്ലിം ഉമ്മത്തിലെ ആൾക്കാർക്ക് പലവർക്കും ഉള്ള അഭിപ്രായം. അപ്പോൾ ഈ സത്യാവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുക. ഈ പറയുന്ന ഈ മുഹറത്തിന്റെ ദിവസങ്ങളിൽ ഇവര് ഈ പറഞ്ഞ സഹാബകളും ഖുലഫ അർ റാഷിദീന്റെ മേലെ ലാനത്ത് ചൊല്ലുന്നവരാണ് ഇവരൊക്കെ. അപ്പൊ ഉമർ റളിയല്ലാഹുവിനെ കൊന്നത് ഏത് മാസത്തിലാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്? ശ്രദ്ധിച്ചാ നിങ്ങൾ? ദുൽഹിജ്ജ ഏത് മാസങ്ങൾ പെട്ടതാണ്? ഉഷ്ഹുറുൽ ഹറം 4 അയവ. ആ മാസങ്ങളിലാണ് ഇവര് ഉമർ റളിയല്ലാഹുവിനെ കൊന്നത്. ഈ മാസങ്ങളിൽ മുസ്ലിമുകൾക്ക് യുദ്ധം പാടില്ല, അടികൂടൽ പാടില്ല എന്ന് പറഞ്ഞതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ ആ ദിവസങ്ങളിലാണ് ഇവര് ഇത് ചെയ്തത്. എന്നിട്ട് അതിനുശേഷം അസാലിസ് എന്ന് പറഞ്ഞിട്ട് സാലിസിന്റെ മേലെ ലാനത്ത് ചൊല്ലല്. അതാരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാവരുമായിട്ട് തൃപ്തരാണ്. എന്നാൽ ഇവരെന്താണ് ചെയ്യുന്നത്? ലാനത്ത് ചൊല്ലാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മരണം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഉമർ റളിയല്ലാഹുവിന്റെ നിസ്കാരത്തില് ഉസ്മാൻ റളിയല്ലാഹുവിനെ ഖുർആൻ ഓതിക്കൊണ്ട് എവിടെ ഇരിക്കുമ്പോ? സ്വന്തം വീട്ടില്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീന പട്ടണം എന്ന് പറയുന്നത് അവിടുത്തെ ഖലീഫയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. തലസ്ഥാനത്ത് വെച്ചിട്ട് സ്വന്തം വീട്ടിന്റെ അകത്ത് കയറി ഖവാരിജുകൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്നു, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ. എന്നിട്ട് കൊല്ലുന്ന ആള് എന്താണ് പറയുന്നത്? കൊല്ലുന്ന ആള് കത്തി വെച്ച് കുത്തുമ്പോ 3 പ്രാവശ്യം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊല്ലുന്നത്. അറിയോ? ഇതിനെ കൊണ്ട് അവര് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ പറഞ്ഞ റാഫിദികൾ എന്താണ്, അവര് ആ ദിവസങ്ങളിൽ ഈ പറഞ്ഞ മുഹറത്തിന്റെ ദിവസങ്ങളിൽ ലാനത്തും ചൊല്ലുന്നു. അപ്പൊ ഖവാരിജുകൾ അന്ന് ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലുന്നത് എന്താണ്? ഇത് ഹക്കാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന് ഒരു കാഫിറാണ്, കൊല്ലുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടും എന്ന്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഇവരൊക്കെ എന്താണ്? അൽ അശറത്തുൽ മുബശ്ശിറ ബിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിൽ അവർക്ക് സ്വർഗം
കിട്ടിയവരാണ് എന്ന് അറിയിപ്പിച്ചതാണ്. എന്നാൽ ഈ ഖവാരിജുകൾ ഇതിൽ കാണുന്നത് ഇവരെ തക്ഫീർ ചെയ്തിട്ട് ഇവരെ കൊല്ലുന്നതിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കാൻ പറ്റുക എന്ന് മനസ്സിലാക്കുന്നവരായിരുന്നു ഈ ഖവാരിജുകൾ. ഈ വിശേഷണങ്ങളൊക്കെ ഉള്ളവരാണ് ഇന്നത്തെ റാഫിദികൾ. മനസ്സിലായ? ഞാനീ ഖാരിജിയത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്രൂപ്പ് മാത്രമാണെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ ഈ ഖാരിജിയത്ത് എന്ന് പറയുന്നത് ഓരോരോ മുസ്ലിമുകളെ കൽബുകളെ അകത്ത് ഉണ്ടാവുക ഇങ്ങനത്തെ വിശ്വാസങ്ങൾ, ഭരണാധികാരിന്റെ എതിരെയുള്ള സംസാരങ്ങളും, ഭരണാധികാരി അമുസ്ലിം കാഫിറാണ് എന്നുള്ള വിശ്വാസവും, മുസ്ലിമായ ഭരണാധികാരിയും അവരെ തിന്മകൾ കൊണ്ട് കാഫിറാണെന്ന് വിശ്വസിക്കുന്നവര്, അവർക്ക് എത്ര തിന്മകൾ ഉണ്ടായാലും അവര് എന്താണ് കാഫിറാണെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. അതാണ് അത് എന്തിലേക്ക് അവരെ എത്തിപ്പിച്ചു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലത്തെ അശറത്തുൽ മുബശ്ശറയിൽ പെട്ട ഖലീഫനെ അവര് എന്ത് ചെയ്തു? കൊന്നു. വീട്ടിൽ വെച്ചിട്ട്, സ്വന്തം വീട്ടിൽ വെച്ചിട്ട്. അപ്പോ ആ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മേലെ ലാനത്ത് ചൊല്ലുന്നവരാണ് ഈ റാഫിദി ഷിയാക്കൾ. എന്നിട്ട് ഇതൊക്കെ അത് ഏത് വർഷത്തിലായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്ത്? അത് നമ്മൾ പറഞ്ഞിട്ടില്ല. എത്ര വർഷം ഖിലാഫത്ത് ഉണ്ടായി? അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 വർഷം, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഏകദേശം 11-12 വർഷം. 23-ാം ഹിജ്റിയിലാണ് വഫാത്താവുന്നത്. പക്ഷെ ദുൽഹിജ്ജ എന്താണ്? വർഷത്തിന്റെ ലാസ്റ്റ് ആണ്. മനസ്സിലായ? അപ്പോ ഏകദേശം 12 എന്ന് പറയാം. എന്നിട്ട് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എത്ര വർഷം? 36-ാം ഹിജ്റിയിലാണ് വഫാത്താവുന്നത്, ഈ ഷഹീദാവുന്നത്. ദുൽഹിജ്ജ 36-ാം ഹിജ്രി. അപ്പൊ എത്ര വർഷം ഖലീഫായിട്ട് നിന്നു? 12 to 13 വർഷം കൂട്ടാ. എന്നിട്ട് പിന്നെ 4ാമത്തെ ഖലീഫായ അലി റളിയല്ലാഹു അൻഹു എപ്പോഴാണ് വഫാത്താവുന്നത്? 60-ാം ഹിജ്രി റമദാൻ മാസത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെയും ഖവാരിജിലത്തെ ഒരു കൂട്ടര് കൊന്നതാണ്. റമദാൻ 17-ലാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്താവുന്നത്. തയ്യിബ്. അപ്പോ ഏതായാലും അലി റളിയല്ലാഹു അൻഹു അവര് നാസിബികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫാസിഖാണെന്നും വിളിക്കുന്നുണ്ട്. അന്നത്തെ ഖവാരിജുകൾ കാഫിറാണെന്ന് വിശ്വസിച്ചവരാണ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഷിയാക്കൾ അവരെ ഷിയത്തു അലി, അലീന്റെ ഷിയാക്കൾ, അലീന്റെ പക്ഷക്കാര് എന്ന് പറയപ്പെടുന്നവരാണ്. അപ്പോ ഈ ചരിത്രത്തിൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ചരിത്രത്തിൽ അവർക്ക് പ്രാധാന്യമുണ്ട്. ഈ ഷിയത്തു അലി എന്ന് പറയുന്നവരാണ് അലി റളിയല്ലാഹു അൻഹുവിനെ പൊക്കി നടന്നവര്. അലി റളിയല്ലാഹു അൻഹുവാണ് ഖിലാഫത്തിന്റെ അർഹൻ എന്ന് പറഞ്ഞ് നടന്നവര്. അപ്പോ അബൂബക്കറും ഉമറും ഉസ്മാന്റെ ഖിലാഫത്തിന്റെ സമയത്ത് എവിടെയാണ് തലസ്ഥാനം? ക്യാപിറ്റൽ എവിടെയാണ്? മദീനയാണ്. എല്ലാവർക്കും അറിയാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലോ? ഇറാഖ്. തയ്യിബ്. വേറെ ഏതെങ്കിലും ആർക്കെങ്കിലും? ബാറക്കല്ലാഹു ഫീക്ക്. കൂഫ എന്നുള്ള സ്ഥലത്താണ് അലി റളിയല്ലാഹു അൻഹു പിന്നെ തലസ്ഥാനം മാറ്റിയത്. എന്താണ് കാരണം? 3 ഖലീഫകള് നിരന്തരം മദീനയിലായിരുന്നു. മെയിൻ സപ്പോർട്ടേഴ്സ് ഒക്കെ അവിടെയാണ്. എന്നിട്ട് പിന്നെ അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് മാറാൻ കാരണം എന്തായിരുന്നു? കൂഫയിലത്തെ ഷിയത്തു അലി എന്ന് പറയുന്നവരെ സപ്പോർട്ട് കൊണ്ട് അലി റളിയല്ലാഹു അൻഹു പിന്നെ അങ്ങോട്ടേക്ക് മാറി. കൂഫയിലായിരുന്നു തലസ്ഥാനം. അപ്പോ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖാണ്. അവിടെയാണ് കൂഫയും ബസ്രയൊക്കെ ഉള്ള സ്ഥലമാണ് ഇറാഖ്, ബഗ്ദാദ്. അപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഷിയാക്കൾ അവിടെ. തയ്യിബ്. ഇനി ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓക്കെ. ഇനി അലി റളിയല്ലാഹു അൻഹുവിന് ശേഷം ആരാണ് ഖലീഫ ആയത്? ഹസൻ റളിയല്ലാഹു അൻഹു. ആരാണ് ഹസൻ റളിയല്ലാഹു അൻഹു? അലി റളിയല്ലാഹു അൻഹുവിന്റെ മകന്. എന്നിട്ട് പിന്നെ ആരാണ്? ഹസൻ റളിയല്ലാഹു അൻഹു എത്ര കാലം ഉണ്ടായിരുന്നു? 6 മാസം. മൊത്തത്തിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഹസൻ റളിയല്ലാഹു അൻഹു വരെ എത്ര വർഷം ഉണ്ടായി? 30 വർഷം. ആ 30 വർഷം
ഉലമാക്കൾ പറയുന്നത് ഒരു അഭിപ്രായം അനുസരിച്ചിട്ട് അതിൽ ഹസനും അതിൽ ഉൾപ്പെട്ടു.